പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ പ്രേമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചീനെയും അനിയത്തിനെയൊക്കെ പ്രേമിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഓ അങ്ങനെയെന്ന് പറയും കേട്ടോ. പിന്നെ അതിന് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒരാളെയും കൂടി അതിനേക്കാളേറെ പ്രേമിക്കുന്നുണ്ട് പറയുമ്പോൾ അതാരാന്ന് ചോദിക്കട്ടോ. ആൾ അത്ര നോർമലൊന്നല്ല എന്നിങ്ങനെ നൈന പറയുകയും ചെയ്യും. അപ്പോൾ എന്നിട്ടങ്ങ് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അതാരാന്ന് ചോദിക്കട്ടോ. അത് ഈ ചോദ്യം ചോദിച്ച ആൾക്ക് തന്നെ അറിയാം അതാരാന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചതെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അത് അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ അവിടെ നിന്ന് പോകട്ടോ. അപ്പോൾ ആദർശ് മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അവൾ പറഞ്ഞ ആളെ ഞാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഭാര്യയുടെ കാഴ്ചപ്പാടിൽ ശരിക്കും കുറച്ച് ഞാനൊരു അബ്നോർമലായിട്ടുള്ള ആൾ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കിരണും അതുപോലെ തന്നെ ആദർശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നൈനനെ തിരിച്ചു കൊണ്ടുവന്ന കാര്യമൊക്കെ ആദർശിനോട് ചോദിക്കുമ്പോൾ അത് കല്യാണിനോട് അവൾ പറഞ്ഞതാണല്ലോ എന്ന് ആദർശ് പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണ് അങ്ങനെ അവളെ തിരിച്ചു കൊണ്ടുവന്നതെന്നാണ് ആദർശ് പറയുന്നത്. അപ്പോൾ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശനും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അവളെ വിളിച്ചു കൊണ്ടുവരാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അത് പിന്നെ അവർ പ്രായമായവരല്ലേ, അവരുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടല്ലേ അവളെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറയാണ് കേട്ടോ. ഇനി നീ എന്താ അവളെ ഇങ്ങനെ സ്നേഹിക്കാനും അംഗീകരിക്കാനൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവൾ ഇനി വീട്ടിലേക്ക് ഇങ്ങനെ പോയി നിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ ആദർശിന് ചെറിയൊരു പേടിയാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും കേട്ടോ. അല്ല, അവൾ കല്യാണിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കല്യാണി അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്തിനാ അവളെ അങ്ങനെ സപ്പോർട്ട് ചെയ്തതെന്ന് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞാലും ഞാനും അവളെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനി എന്നാ നീ ഭാര്യനെ സ്നേഹിക്കാൻ പോകുന്നത്, അംഗീകരിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. കല്യാണിൻ്റെ കിരണിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കല്യാണിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, അവൾക്ക് ഇങ്ങനെ ഒരുപാട് കഴിവുള്ള കുട്ടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതുകൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനി ഇത് മേഖല കീഴടക്കിയെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഒരുപാട് കഴിവുള്ള കുട്ടി തന്നെയാണ്, ആർട്ടിലൊക്കെ നല്ല കഴിവുള്ള കുട്ടിയാണ് നൈന. നീ എന്താ അവളെങ്ങനെ സപ്പോർട്ട് ചെയ്യാത്ത, പ്രോത്സാഹിപ്പിക്കാത്ത എന്ന് അത് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആദർശ് അതൊക്കെ ഇങ്ങനെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവളെ നീ സ്നേഹിക്കുകയൊന്നും വേണ്ട, നിനക്ക് വേണ്ടിയിട്ട് സ്നേഹിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. നിനക്കറിയാലോ, കല്യാണത്തിന് മുന്നേ അവളെൻ്റെ കർണത്തൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ടായിരുന്നു, കല്യാണത്തിന് ശേഷം അവൾ നിന്നെ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് കിരൺ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, കല്യാണത്തിന് ശേഷം നീ അവളോട് ചെയ്യുന്നതിനൊക്കെ നിന്റെ കഴുത്ത് പിടിച്ച് നിൽക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കിരണാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിന്റെ കുടുംബത്തിലേക്ക് വന്ന ആർക്കും നൈനയുടെ അത്രയും കഴിവൊന്നുമില്ല. അപ്പോൾ അവളുടെ ആർട്ട് വർക്കിലുള്ള കഴിവിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനയെ സ്നേഹിക്കാനും അതുപോലെ തന്നെ അംഗീകരിക്കാനും ഒക്കെ കിരൺ കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശിനെ. പിന്നീട് അനിയും നന്ദുവിൻ്റെ ഫ്രണ്ട്സും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീയൊക്കെ അല്ലേ പറഞ്ഞത് അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ, എന്നിട്ട് ഇപ്പോൾ എന്തായി, അവളുടെ മനസ്സിലുള്ളതെല്ലാം അവൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് അവൾ കണ്ടതെന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അനി പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് എന്തായാലും അനീനെ നല്ല ഇഷ്ടമാണ്, അനിയും അതുപോലെ തന്നെ നന്ദു എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാം, എന്തായാലും ഇതിൻ്റെ ഇടയിൽ ആരോ കളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവളുടെ രണ്ട് ചേച്ചിമാർ ഇപ്പോൾ അവിടുത്തെ മരുമക്കളാണല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ അവളും കൂടെ അങ്ങോട്ട് വരണ്ടാന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും, അതാണ് നടന്നതെന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അവളുടെ പിറകെ പോകാനൊന്നും പോകുന്നില്ല. ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടീനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവളാണ് ആദ്യം തുറന്നു പറയേണ്ടത്. ഇതിപ്പോൾ അവൾ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടത്. ഇനിയിപ്പോൾ അനാമികയുടെയും അനിയുടെയും കല്യാണത്തിൻ്റെ അന്ന് വന്നിട്ട് സദ്യയൊക്കെ കഴിച്ച് എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ അവരോട് പറയാനുണ്ടോ. അപ്പോൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നേരെ നന്ദുവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. നന്ദു ഇറങ്ങി വരുമ്പോൾ തന്നെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അവളോട് ചോദിക്കുന്നത്, നീ അവനെ തേച്ചല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിനക്ക് എന്തായാലും അവനെ നല്ല ഇഷ്ടമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന്. നീ പലപ്പോഴും നിൻ്റെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, എന്തായാലും നിനക്ക് അവനെ നല്ല ഇഷ്ടമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഇടപെടേണ്ട, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും, എൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്, അതൊരു ഫ്രണ്ടിൻ്റേതാണെന്ന് മാത്രം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആ സമയത്ത് അതങ്ങനെയല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നീ എന്ത് പറഞ്ഞാലും എന്നൊക്കെ പറയുമ്പോൾ ഇത് മറ്റാരോടും ഇങ്ങനെയൊന്നും പോയി പറഞ്ഞേക്കരുത്, ഇനി നിങ്ങളിതിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നന്ദു ദേഷ്യത്തിൽ. എന്നിട്ട് അങ്ങ് പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ടായിരുന്നു അവളുടെ സങ്കടം കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ മറ്റേയാളും പറയുന്നുണ്ടായിരുന്നു, അതെനിക്ക് മനസ്സിലായിടാന്ന് പറയൂ കേട്ടോ. പിന്നീട് നൈന ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് നടക്കാൻ പോയിട്ട് വരികയാവും. അപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ
നയനയോട് വരുന്ന സമയത്ത് തന്നെ അമ്മ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ മുകളിലുണ്ടെന്ന് പറയും കേട്ടോ. എന്നാൽ അടുത്ത് വന്നേന്ന് പറഞ്ഞിട്ട് നയനയ്ക്ക് മുല്ലപ്പൂ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നടക്കാൻ പോയ സമയത്ത് അവിടെ ഒരു ചേച്ചി മുല്ലപ്പൂ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് മുല്ലപ്പൂവൊക്കെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നാണെന്ന് പറയൂ കേട്ടോ. ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാ മുല്ലപ്പൂ ചൂടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിൽക്കുമ്പോഴും കുറച്ച് സുഗന്ധം ഉണ്ടായിക്കോട്ടെ, മുല്ലപ്പൂ തലയിൽ ചൂടുമ്പോൾ ഒരു നാച്ചുറൽ സ്മെല്ലാണല്ലോ എന്നൊക്കെ പറയൂട്ടോ. അങ്ങനെ സ്മെല്ലുണ്ടാവാൻ മാത്രം, ഭാര്യയ്ക്ക് അങ്ങനെ ഒരു സ്മെല്ലുണ്ടാവാൻ വേണ്ടി മാത്രമാണ് വാങ്ങിച്ചു കൊണ്ടുവന്നെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയൂട്ടോ. സ്നേഹത്തോടെ ആണെങ്കിൽ മതി എന്ന് പറയും. അതിൽ കുറച്ച് സ്നേഹം ഉണ്ടെന്ന് കരുതിക്കോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നത് എൻ്റെ തലയിൽ വെച്ചതാന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, തലയിൽ ചൂടി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചു കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മുല്ലപ്പൂ എടുത്തിട്ട് നയനയുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. ആ സമയത്താണ് ദേവയാനിയും ജലജയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നിട്ട് മുകളിൽ നിന്ന്. അപ്പോൾ ജലജയാണെങ്കിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, കണ്ടോ ഇതൊക്കെ അവർ റൂമിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാ, ഇപ്പം അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവൾ പറഞ്ഞു കാണും ഭാര്യനേക്കാൾ അമ്മേനേക്കാൾ ഏറെ ഭാര്യനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ജലജ ദേവേനിയോട് പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദേവേനിക്കാണെങ്കിലും അതൊക്കെ കാണുമ്പോഴും ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. പിന്നീട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇത് പുറത്ത് പോകുമ്പോൾ എന്നൊരു ശീലമാക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെന്ന് വാങ്ങിച്ചു തന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഭർത്താവിൻ്റെ കാശൊന്നും കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇതിനിപ്പോൾ അത്ര വലിയ വിലയൊന്നും ആവില്ലല്ലോ, എന്നും വാങ്ങിച്ചെന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അത് കേട്ടുകൊണ്ട് ദേവേനി ആകെ ദേഷ്യത്തോടുകൂടി വന്നിട്ട് പറയാണ്, എന്നാൽ പിന്നെ നീ അവളെ പൂ കൊണ്ട് മൂടടാ, ദേവിക്കൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, പൂമൂടൽ ചടങ്ങ്, നീ അവളെ എന്നും ഇങ്ങനെ ഇതുപോലെ പൂ കൊണ്ട് മൂടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുല്ലപ്പൂ വാങ്ങിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നീ വെറുതെ കള്ളം പറയുന്നു വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും കള്ളം പറയല്ലേ, ഞാൻ ശരിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുല്ലപ്പൂ വാങ്ങിച്ചത്. അപ്പോൾ മുത്തശ്ശിയുടെയും കാര്യം ഓർമ്മ വന്നു. അപ്പോൾ അവരെന്നോട് ചോദിക്കില്ലേ, അമ്മയ്ക്ക് വാങ്ങിച്ചപ്പോൾ എന്താ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാഞ്ഞെന്ന്, അതുകൊണ്ടാണ് അവൾക്കും കൂടെ വാങ്ങിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും മുത്തശ്ശിയുടെയും പേരിലേക്ക് അങ്ങ് ഇടാലോ, എനിക്കൊരു മുത്തശ്ശനുണ്ടായതുകൊണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവൾക്ക് 2 മുഴം മുല്ലപ്പൂ വാങ്ങിച്ചപ്പോൾ അമ്മയ്ക്ക് ഞാൻ 3 മുഴം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ജയൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അവിടേക്ക് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവേനിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ദേവേനി അതൊക്കെ അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ. നീ അവൾക്ക് തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുത്താൽ മതി, നീ എന്തെങ്കിലും എനിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ദേഷ്യത്തോടു കൂടി. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അമ്മ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചു തന്നിട്ടില്ലേ എന്ന് പറയും. അപ്പം ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ആവശ്യപ്പെട്ടപ്പോൾ മാത്രമല്ലേ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ, അല്ലാതെ അമ്മയ്ക്ക് ഈ മുല്ലപ്പൂ വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നൈനി എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ദേഷ്യത്തോടുകൂടി ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അവനോട് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിരുന്നോ എന്ന്. എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നൈനി പറയും. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, അവള് മുല്ലപ്പൂ ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും അവൻ മുല്ലപ്പൂ വാങ്ങിച്ചു തന്നു. ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ എന്താവും, ഇടയ്ക്ക് അമ്മയും വീട്ടിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഓർക്കുന്നത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ അമ്മേനെ മറക്കാതിരിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ ജലജ വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ അമ്മേനെ മറന്നിട്ടൊന്നും ചെയ്യുന്ന ആളൊന്നല്ല, അപ്പച്ചിയുടെ മോനായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ ഒട്ടും മോശമൊന്നുമല്ല, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ അഭിനെ വിമർശിക്കാനുള്ള ഒരു യോഗ്യത ഇല്ല എന്നൊക്കെ പറയണം. അപ്പോൾ ജയൻ ഇതെല്ലാം കണ്ടും കേട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ജയൻ മുകളിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ആദർശിനോട് ദേവയാനി ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ടായിരുന്നു, നീ എന്തായാലും നടക്കാൻ പോയി വന്നതല്ലേ, പോയി കുളിക്കടാ, എന്നിട്ട് നൈനയോട് പറയും നീ കാച്ചി എണ്ണം കൂടെ അവൻ്റെ തലയിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മുത്തശ്ശന് ഇങ്ങനെ വയ്യാത്തതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ദേവയാനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. നീ വെറുതെ കള്ളം പറയുന്നു വേണ്ട, എന്ത് പറഞ്ഞാലും നിനക്കിപ്പോൾ മുത്തശ്ശൻ്റെ പേര് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണെങ്കിലും ദേവയാനി ഇങ്ങനെ നൈനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് സന്തോഷമായിടി എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടിയൊക്കെയാണ് ചോദിക്കുന്നത്. എൻ്റെ ഭർത്താവ് എനിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു തന്നാൽ പിന്നെ എനിക്ക് സന്തോഷമാവില്ല എന്ന് നൈനയും പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ ദേഷ്യമായിട്ട് നൈനയുടെ തലയിലിരിക്കുന്ന മുല്ലപ്പൂവൊക്കെ അങ്ങനെ വലിച്ച് പറിച്ചെറിയാണ് കേട്ടോ. നീ അങ്ങനെ സന്തോഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിടിച്ച് വലിച്ച് തറയിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോകും ചിരിച്ചുകൊണ്ട്. ജലജിയും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ ഒരു കുട്ടിത്തേറി ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ജലജി അവിടെ നിന്ന് പോവാണ്. പിന്നീട് നൈന തറയിൽ കിടക്കുന്ന മുല്ലപ്പൂ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് എനിക്ക് സ്നേഹത്തോടു കൂടി വാങ്ങിച്ചു തന്ന മുല്ലപ്പൂവാണ്, അതെനിക്ക് നിധി തന്നെയാണെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് പിടിച്ച് സങ്കടത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം ആദർശ് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത്
ആദർശിൻ്റെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കിപ്പോൾ സ്വതന്ത്രമായിട്ട് ഭാര്യനെ സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഭാര്യയ്ക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അമ്മ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ അതൊന്നും നീ കാര്യമാക്കണ്ട, നിനക്ക് അനിയുടെ കല്യാണത്തിന് നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ പോകണ്ടേ, അപ്പോൾ നൈനേനെയും കൂടെ കൂട്ടിക്കോ. ഇനിയിപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ വേണം നോക്കാൻ. അപ്പോൾ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് ആദർശിൻ്റെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഭാര്യനെ സ്നേഹിക്കുന്ന കൊച്ചുമോനെയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഇഷ്ടം. എന്തായാലും അമ്മ അങ്ങനെ അതൊക്കെ അമ്മേനെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ആദർശ് പറയുന്ന സമയത്ത്, അതൊക്കെ എങ്ങനെയാണ് അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നത്? ഭാര്യനെ സ്നേഹിക്കുന്നത് എങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അമ്മയുടെ അഹങ്കാരമല്ലേ? അപ്പോൾ നീ ഓർമ്മ വെച്ച നാളെ മുതൽ ഞങ്ങളുടെ ലൈഫും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? അമ്മയുടെ താളത്തിനകത്ത് തുള്ളുന്ന അച്ഛനെ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറയാണ് കേട്ടോ. അമ്മയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ നൈനേനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അതൊക്കെ നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അതൊന്നും നീ കാര്യമാക്കണ്ട, അതൊക്കെ അമ്മയുടെ അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ നൈന ഡിസൈൻ വരച്ചു കൊടുത്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പല കമ്പനിക്കാരും നമ്മളോട് ഡിസൈൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ നമുക്ക് അതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ നമ്മളെ കുടുംബത്തിലുള്ള ആരും നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. നൈനമോളാണ് അപ്പോഴൊക്കെ നമ്മളെ അവിടെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആരുടെ മുന്നിലും തോൽക്കാതെ എല്ലായിടത്തും വിജയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിനൊരു കാരണക്കാരി നൈനമോളാണ്. അങ്ങനെയുള്ള നൈനമോളോട് മരുമകളോട് എനിക്ക് സ്നേഹവും ബഹുമാനമൊക്കെ തോന്നുകയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അവളോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നതിന് ശേഷമല്ലേ, എന്തായാലും അങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നൈനയെ നന്നായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നിൻ്റെ അമ്മ കേൾക്കാതെ ഒരു രഹസ്യം പറയാം, മരുമകൾക്കുള്ള ഒരു കഴിവും നിൻ്റെ അമ്മയ്ക്കില്ല എന്നിങ്ങനെ പറയൂട്ടോ. അവളത് കേൾക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞതെന്ന് പറയൂട്ടോ. പിന്നീട് അതൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നൈനേനെ ഇങ്ങനെ അമ്മയുടെ മുന്നിലിട്ട് ഇൻസൾട്ട് ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവൾക്കും ഇങ്ങനെ വിഷമാവില്ലേ, അമ്മേൻ്റെ മുന്നിലിട്ട് ഇൻസൾട്ട് ചെയ്യുമ്പോൾ അമ്മേൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ആരോടും പറയില്ലെങ്കിൽ അച്ഛൻ ഈ കാര്യം ആരോടും പറയരുത്, അച്ഛൻ പറഞ്ഞ പോലെ ഒരു രഹസ്യം ഞാൻ അച്ഛനോടും പറയാമെന്ന് പറയൂട്ടോ. എന്നിട്ട് കല്യാണത്തിൻ്റെ മുന്നേ ഇങ്ങനെ നയന കർണത്തടിച്ച കാര്യം പറയുകയാണ് കേട്ടോ. അപ്പോൾ ജയന് ചിരിയാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്തിനാ ചിരിച്ചതെന്ന് കേട്ടോ. ആ സമയത്ത് ജയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പല്ലേ അവൾ കർണത്തടിച്ചത്, അപ്പോൾ കല്യാണത്തിന് ശേഷം കർണത്തടിച്ചിട്ടില്ലല്ലോ, അതൊക്കെ അടിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് പോവാനായിട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.